നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് കഴിഞ്ഞ ആഴ്ചയിൽ 19-ാം തീയതി മുതലാണ് സംസ്ഥാനത്തെ ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിച്ചത്. 2000 രൂപ വീതം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇതിനോടകം തന്നെ എത്തിച്ചേർന്ന് കാണും. ഇനി കൈകളിലേക്ക് തുക ലഭിക്കാനുള്ള ചില മേഖലകളിൽ ചിലർക്ക് ആനുകൂല്യം ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതമായിട്ടുള്ള 200 രൂപ മുതൽ 500 രൂപ വരെ ലഭിക്കേണ്ടവരുണ്ട്. അവർക്ക് ഇതിനോടകം സംസ്ഥാന വിഹിതമായിട്ടുള്ള 1700, അതോടൊപ്പം തന്നെ ചിലർക്ക് 1800 ലഭിച്ചിട്ടുണ്ട്, 1500 ലഭിച്ചവരുണ്ട്. അപ്പോൾ ബാക്കി തുക കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതെല്ലാം തന്നെ നാളെ മുതൽ വിതരണം ആരംഭിക്കുകയാണ്. നാളെയും മറ്റന്നാളുമായിട്ട്, അതായത് ഉത്രാടം വരെ നമുക്ക് ആനുകൂല്യ വിതരണത്തിൽ തടസ്സങ്ങളൊന്നുമില്ല. അതിനുശേഷം പൊതു അവധി ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഇത്തരത്തിൽ വിതരണത്തിന് ഭാഗികമായിട്ട് തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. വിതരണമെല്ലാം തന്നെ ഓഗസ്റ്റ് മാസം 31-ന് മുൻപ് പൂർത്തിയാക്കാനാണ് സർക്കാർ നിർദ്ദേശം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് നമുക്കെല്ലാം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ മുടങ്ങാതെ എത്തിച്ചേരുന്നതായിരിക്കും. ആനുകൂല്യം കൈകളിൽ ലഭിച്ചവർ അതിൻ്റെ കാര്യങ്ങൾ കൂടി വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്പെടും. സഹകരണ ബാങ്കുകളിലേക്ക് തുക എത്തിയെന്ന് അവർക്ക് അതിലൂടെ മനസ്സിലാവുകയും ചെയ്യും. സഹകരണ ബാങ്കിൽ നിന്ന് തുക എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡീറ്റെയിൽസ്, ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റും പ്രകാരമാണ് ബന്ധപ്പെട്ട ഏജൻറ്റുമാർ നമ്മളുടെ വീടുകളിൽ തുക കൈമാറുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലും പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൗജന്യ ഓണക്കിറ്റ് AAV റേഷൻ കാർഡുകൾക്ക് 100% കിറ്റ് വിതരണം പൂർത്തിയായതായിട്ട് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഓണത്തിന് മുൻപ് തന്നെ എല്ലാവരുടെയും കൈകളിലേക്ക് സൗജന്യ കിറ്റുകൾ എത്തിച്ചേർന്നു. തുണിസഞ്ചി ഉൾപ്പെടെ 16 ഇനങ്ങൾ 854 രൂപ വരുന്ന സൗജന്യ കിറ്റാണ് ഈ തവണ വിതരണം ചെയ്തത്. ഇനി ആരെങ്കിലും കിറ്റ് വാങ്ങാനുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് 31-ാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. എങ്കിലും ഓണമായതുകൊണ്ട് അതിനു മുൻപ് തന്നെ ഉത്രാടം വരെ നമുക്ക് റേഷൻ കാർഡുകൾ പ്രവർത്തിക്കും. ആ സമയം വരെ നമുക്ക് സൗജന്യ കിറ്റുകൾ കൈപ്പറ്റാം. ഇനി ആ സമയവും നമുക്ക് വാങ്ങാൻ സാധിച്ചില്ല എങ്കിൽ അതിനുശേഷവും 31-ാം തീയതിക്ക് മുൻപായിട്ട് വാങ്ങിയാൽ മതിയെന്ന പുതിയ സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ഓണമായതുകൊണ്ട് വിശേഷ ദിവസങ്ങളിൽ പോലും, പ്രത്യേകിച്ച് ഉത്രാടം വരെയൊക്കെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ, മാവേലി സ്റ്റോറുകൾ, റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. നമുക്ക് റേഷൻ കാർഡുകൾക്ക് സ്പെഷ്യൽ അരി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരം അരി ആവശ്യമുള്ളവരെല്ലാം തന്നെ അത്തരം അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങാം. ഇനി റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ സപ്ലൈകോയിൽ എത്തിച്ചേർന്ന 13-ൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാം. വെളിച്ചെണ്ണയ്ക്ക് പോലും വിലക്കുറവാണ്. 229 രൂപ നിരക്കിൽ നമുക്കത് വാങ്ങാൻ വേണ്ടി സാധിക്കും. സബ്സിഡി റേറ്റാണിത്. ഇനി അതോടൊപ്പം തന്നെ പഞ്ചസാരയും നമുക്ക് ലഭ്യമാണ്. വില കൂടുതലുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക ഓഫറുകൾ നൽകിയാണ് വിതരണം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ വീടുകളിലേക്ക് ആവശ്യമായ മറ്റ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ പ്രത്യേക കോംബോ പായ്ക്കുകളായിട്ട് അതോടൊപ്പം തന്നെ പ്രത്യേക വിലക്കിഴിവിൽ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ സെപ്റ്റംബറിലെ വിഹിതം കൂടി അഡ്വാൻസ് ആയിട്ട് വാങ്ങണമെങ്കിൽ അതിനുള്ള സംവിധാനവും സപ്ലൈകോയിൽ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 ലിറ്റർ വെളിച്ചെണ്ണ വരെയൊക്കെ വാങ്ങാനുള്ള അവസരം വരും. അപ്പോൾ ഈ ഒരു സാഹചര്യം റേഷൻ കാർഡ് ഉടമകളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓണക്കാലത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കേണ്ടതിനും അതോടൊപ്പം തന്നെ പൊതുവിപണിയിൽ വിലക്കയറ്റം രൂക്ഷമാകുന്നതിനെ പിടിച്ചു കെട്ടുന്നതിനൊക്കെ ഈ സർക്കാരിൻ്റെ ഈ നടപടി ഒരുപാട് വിജയം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും ശ്രദ്ധിക്കണം. റേഷൻ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് വാങ്ങുക. തുടർച്ചയായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരുന്ന് കഴിയുമ്പോൾ നമ്മളുടെ കാർഡിൻ്റെ മുൻഗണന ചോദ്യം ചെയ്യപ്പെടുന്നതിന് കാരണമാകും. തുടർച്ചയായിട്ട് 3 അതിലധികമോ മാസങ്ങളിൽ ആനുകൂല്യം വാങ്ങാത്തവരുടെ കാർഡ് തരം മാറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അർഹതയുള്ള ആനുകൂല്യം നിഷേധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കൃത്യമായിട്ട് സർക്കാരിൻ്റെ പരിശോധന ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ ആനുകൂല്യങ്ങളെല്ലാം തന്നെ, നമുക്ക് അർഹമായ ആനുകൂല്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് വാങ്ങുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ ഗ്യാസ് സിലിണ്ടർ ഉപയോക്താക്കൾ ശ്രദ്ധിക്കുക. ഇലക്ട്രോണിക് KYC ഒക്കെ ഇനി ആരെങ്കിലും ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം അത് പൂർത്തിയാക്കുക. നമ്മുടെ ഫോൺ വഴി തന്നെ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. മൊബൈൽ ആപ്ലിക്കേഷൻ ഇന്ത്യൻ ഗ്യാസ് സിലിണ്ടർ ആണെങ്കിൽ ഇന്ത്യൻ ഓയിൽ 1, HP ഗ്യാസ് സിലിണ്ടർ ആണെങ്കിൽ HP പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, അതോടൊപ്പം തന്നെ ഭാരത് ഗ്യാസ് സിലിണ്ടർ ആണെങ്കിൽ ഹലോ BPSL എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷനുകളോടൊപ്പം തന്നെ ആധാർ ഫേസ് RD എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടി ഫോണിൽ ഇൻസ്റ്റാൾ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഗ്യാസ് കണക്ഷന് അല്ലെങ്കിൽ റീഫിൽ ചെയ്യുന്നതിനൊക്കെ വേണ്ടി നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ, ആ നമ്പർ വെച്ച് വേണം ലോഗിൻ ചെയ്യാൻ, രജിസ്റ്റർ ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കി EKYC ചെയ്യാത്തവർക്ക് ആ രീതിയിൽ അത് വിജയകരമായിട്ട് ചെയ്യാൻ സാധിക്കും. 2024 മുതൽ 2026 വരെയുള്ള കാലയളവിൽ മുൻപ് ഇത് ചെയ്തിട്ടുള്ളവരെ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.